ബാക്കിയുള്ള ദിവസം ഈ ലോകം മുഴുവൻ അന്യരാജ്യങ്ങൾ ചുറ്റി ഇങ്ങനെ സായിപ്പന്മാർക്ക് പൈസ കൊടുത്തന്നെ നടക്കുക പുള്ളി കേട്ടോ. കേരളത്തിൽ കൊടുക്കണ്ട. ഇവിടെ വാ മനുഷ്യൻ ചോദിക്കുമ്പോഴത്തേന് ഞാൻ പറയാം എന്നെ ദേഹോത്രം ചെയ്യില്ല. എന്നെ ദേഹോത്രം ദേഹമൊന്നും ഉപദ്രവിക്കത്തില്ല. എന്റെ ചേട്ടാ എന്റെ പൈസ വെച്ചോണ്ടല്ലേ ഇല്ലാത്തോണ്ടാന്ന്. എങ്ങനെ നിന്റെ ഒക്കെ പൈസ ഉണ്ടാവും? നീ വല്ല പണിക്കും പോകുന്നുണ്ടോ? എടാ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോടാ, അപ്പൊ പൈസ വരും. എല്ലാരും ഇതാ പറയുന്നത്. എല്ലാരും രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോടാ. സത്യം പറയാൻ ഞാൻ മനഃപൂർവ്വം പണിക്ക് പോകത്തല്ല. ഞാൻ ഓരോ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴും ഇന്ന് രാവിലെ പണിക്ക് പോകണം, ഇന്ന് രാവിലെ പണിക്ക് പോകണം എന്നും പറഞ്ഞ് തന്നെ ഞാൻ എഴുതേക്കുന്നത്. പക്ഷെ അനുവദിക്കുന്നില്ല, ഒരു തരത്തിലും അനുവദിക്കുന്നില്ല. ഒരു നശിച്ച ജന്മമാണല്ലോ. ആരാണ് നിന്നെ പണിക്ക് പോകാൻ അനുവദിക്കാത്തത്? ഞങ്ങളുടെ വീട്ടിലെ പായും തലയുടെ ഞാൻ എഴുന്നേക്കും പിടിച്ച് കിടത്തുവാ. എനിക്കെന്തു പറഞ്ഞാലും എന്റെ നീ പൈസ മേടിച്ച് ഈ PRP ചെയ്ത് വെച്ചേക്കുവാണേ. എനിക്ക് എന്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളുമായിട്ടാ വന്നിരിക്കുന്ന. ഇല്ലെങ്കിൽ എന്റെ പൈസ മേടിച്ച് തലമുടി വെച്ച് നീ പിടിപ്പിച്ചിരിക്കുക. ആ തലമുടി ഞാൻ കണ്ടിച്ചോണ്ട് പോകും. ഒരു കാര്യം എന്റെ കിങ്ങിണി കൊണ്ടുപോക്കോ. എന്നാ നല്ലോണം വളർന്നാ അത് കിങ്ങിണി കൊണ്ടുപോക്കോ. എന്താണ് പറഞ്ഞേ? എന്റെ ആര് കിങ്ങിണി ഉണ്ട് അതിനെ കൊണ്ടുപോക്കണ. എന്റെ കിങ്ങിണിയെ തൊട്ടവന്റെ തല ഞാൻ വെട്ടും. ഇല്ല, തൊട്ടവന്റെ തല വെട്ടും എന്റെ കിങ്ങിണി. ഞാനല്ല കൊണ്ടുപോകുന്നു പറഞ്ഞു. പുള്ളി ആ കിങ്ങിണിയെ കൊണ്ടുപോകുന്നു പറഞ്ഞു. ആരായാലും കൊണ്ടുപോകാൻ പറ്റൂല. എടീ ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വരത്തില്ലെന്ന്. ഞാൻ ഈ അറിഞ്ഞെന്ന് വെച്ചാൽ പുള്ളി എവിടെയോ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ആണുങ്ങളില്ലാത്തവന് പൈസക്ക് എന്ന് പയ്യന്മാരാണ്ട് വടി വെച്ച് തലക്കടിച്ച് പൊട്ടിച്ച് കിളി പോയി നടക്കുക. മെമ്മറി പട്ടായി. അതായത് വട്ടായിട്ട് ഈ ആകെ എന്തോ പറയുന്നതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാ. അയ്യോ അത്രയ്ക്കും പൂത്ത. പിന്നല്ല നോക്കട്ടെ. എന്താ ചില സമയത്ത് നേരത്തെ പറഞ്ഞു പോലീസുകാരനാ സല്യൂട്ട് അടിക്കുന്നു. ഇതാണ് വിഷയം. ചിലപ്പോ ദേഹോദരവും കാണാൻ സാധ്യതയുണ്ട്. ദേഹോദരം ചെയ്യോ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഒരു വാടിയ കമ്പ എടുത്ത് കൈ വെച്ചോ. എന്തേലും എന്നെ ചെയ്യുവാണെന്നുണ്ടെ തട്ടി താഴെ ഇട്ടേക്കണം. അത് ശരി കേട്ടാ. അത് ഞാൻ കേട്ടാ. സൂക്ഷിച്ച് നിക്കണേ. ഞാൻ നിന്നോളാം. ശരി വടിയെടുത്തോണ്ട് വന്നാൽ മതി കേട്ടോ. എന്തോ എന്താ ഭാര്യം ഭർത്താവ് കൂടെ കുശൂഷിക്കുന്നത്? എന്തോ ചെയ്യാനേട്ടാ, എന്റെ ഒരു നശിച്ച ജീവിതം ഇങ്ങനത്തെ. എന്ത് പ്രശ്നമാണ് നിനക്ക്? മൊത്തം പ്രശ്നമാണല്ലോ. അല്ല ആശുപത്രി കൊണ്ട് കളയാൻ പറ്റും, അല്ല വീട്ടിൽ കൊണ്ടുവിടാം. എന്താ കാര്യം എന്താന്ന് പറ. മാനസിക വിഭ്രാന്തി. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. വീട്ടിൽ ആര് വന്നാലും കമ്പെടുത്ത് പുറക്കനെ അടിക്കും. എന്റെ പുറമൊക്കെ അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുക. അയ്യോ അതാണ് വിഷയം. നോക്കിയും കണ്ടും കത്രിയായിട്ട് നിന്നു. കത്രിയാണെങ്കിൽ ചിലപ്പോൾ പേടിയാണ്. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അധികം സമയം ഇവിടെ നിൽക്കുന്നില്ല. എന്റെ പൈസ ഇങ്ങനെ നേരം ഞാൻ പോക്കോളാം. ചേട്ടാ പൈസ ഇല്ലെന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്. പൈസ ഇല്ലെങ്കിൽ പൈസയ്ക്ക് മുതലാകുന്ന എന്തെങ്കിലും ഞാൻ എടുത്തോണ്ട് പോക്കോളാം. പൈസയ്ക്ക് മുതലാകുന്ന ഒന്നും ഇവിടെ ഇല്ല. ഞാൻ എന്തെങ്കിലും എടുത്തോണ്ട് പോകും. ഒന്നൊരു കാര്യം ചെയ്യും, എന്ത് വേണേ കൊണ്ടുപോക്കോ. ഭഗവാനെ വിചാരിച്ച ആ ചുവപ്പ് റോസാപ്പൂ ഒന്നും എടുത്തോണ്ട് പോക്കളേ. റോസാപ്പൂ എനിക്ക് എന്നാണ് റോസാപ്പൂ? അത് അവിടെ ഗൾഫിൽ നിന്ന് ആരാണ്ട് ബന്ധുക്കൾ കൊണ്ട് കൊടുത്താ. അതെന്താ ഇത്ര പ്രത്യേകം? അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണവും സമ്പത്തും സമൃദ്ധിയൊക്കെ വരുമെന്നും പറഞ്ഞ് വെച്ചേക്കുക. അത് ദൈവത്തെ അതെടുത്തില്ലേ മാറി നിൽക്കുമ്പോ ഇത്ര ഏടാ സമ്പത്തും സമൃദ്ധിയും വരാൻ അതെടുക്കരുത്. ഞാൻ എടുക്കും. അതെടുക്കരുത്. വേണം പണം. അതെടുക്കരുത്. എടുക്കും. എടുക്കരുത്. എടുക്കുമെന്നു. ആ പൂ എടുക്കരുത്. എടുക്കും. എടുക്കരുത്.